ഹായ്, ഇത് റെസിപ്പി ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണേ. ഇനി ഇതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കട്ടോ. ഈ പാനിലേക്ക് ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം കറുവാപ്പട്ട, 4 ഏലക്കായ, 4 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. ഇതിലേക്കൊരു 3 മീഡിയം സൈസ് സവാളാണ് ചേർത്ത് കൊടുക്കുന്നത്. വലുതാണെങ്കിൽ 2 മതി കേട്ടോ. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ചൊരു ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയെടുക്കട്ടോ. അപ്പോൾ ഇതാ സവാള അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ചൊരു പൊടികൾ ചേർത്ത് കൊടുക്കട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കനും മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ. 2-3 മിനിറ്റ് ഇങ്ങനെ മിക്സാക്കി കൊടുക്കട്ടോ. 2 മിനിറ്റ് ഇങ്ങനെ അടിച്ച് വെച്ച് കൊടുക്കട്ടോ. ഇപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലുതാണെങ്കിൽ പകുതി മതി കേട്ടോ. ഇതിലേക്ക് ഒരു 1.5 കപ്പ് തേങ്ങയുടെ 2ാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ചിക്കൻ വേവുന്നത് വരെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് വേണം തേങ്ങേൻ്റെ 1ാം പാൽ ഒഴിച്ച് കൊടുക്കാൻ. ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങേൻ്റെ 1ാം പാലാണ് എടുത്തത്. ഈ 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ടത് ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് കുറച്ചൊരു വറവ് ചേർക്കാനുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചൊരു ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തൊന്ന് കുറച്ചൊരു വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കട്ടോ. ഈ കറി ഇരിക്കും തോറും കുറുകി വരും കേട്ടോ. ഇത് അപ്പത്തിൻ്റെ ഇങ്കി റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.